ഈ വർഷം ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂള് ഏറ്റെടുത്ത് നടത്തുകയാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ്. കാരണം നാളെ നമ്മുടെ ഈ പറയുന്ന 10,000-ലധികം കുട്ടികള്, അവരുടെ മാതാപിതാക്കള് ഒക്കെ ഏതാണ്ട് 30,000-ഓളം ആളുകളാണ് ഈ മലമുകളിലേക്ക് ലേബർ ഇന്ത്യയുടെ ഈ ക്യാമ്പസിലേക്ക്, ലേബർ ഇന്ത്യ സ്കൂളിലേക്ക് എത്താൻ പോകുന്നത്. അടുത്ത 4 ദിവസങ്ങളിലായിട്ട് 12, 13, 14, 15 ദിവസങ്ങളിലായിട്ട് 10,000 കുട്ടികള് 35 സ്റ്റേജുകളിൽ അവരുടെ കഴിവ് മാറ്റിവെക്കും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഹോദയകള്, കേരളത്തിലുള്ള 31 സഹോദയകളിൽ യുവജനോത്സവങ്ങൾ നടന്നു കഴിഞ്ഞു. കോട്ടയം ഉൾപ്പെടെയുള്ള 31 സഹോദയകള്, ജില്ലാതലത്തിലുള്ള 31 സഹോദയകളിൽ ഈ മത്സരം നടന്നു കഴിഞ്ഞു. ഈ 31 സഹോദയ തലത്തിലുള്ള യുവജനോത്സവങ്ങളിൽ ഫസ്റ്റും സെക്കൻഡും കിട്ടിയ കുട്ടികളാണ് ഈ സംസ്ഥാന യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ മരങ്ങാട്ടുപള്ളിയിലേക്ക് വരുന്നത്. അതായത് കേരളത്തിലെ CBSE സ്കൂളുകളിലെ ഏറ്റവും മികച്ച കലാകാരന്മാരും കലാകാരികളുമാണ് ഇവിടെ നമ്മുടെ ഈ 4 ദിവസങ്ങളിൽ മാറ്റിവെക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, CBSEയെ സംബന്ധിച്ച് STEM ഇയർ ആണ് ഈ വർഷം. STEM എന്ന് പറയുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്. അതേപോലെ തന്നെ CBSE AI 3ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വർഷം കൂടിയാണ് ഈ വർഷം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം AI-യുടെ ഇൻഫ്ലുവൻസ്. ഓരോ മേഖലയിലും AI കൊണ്ടുവരാൻ പോകുന്ന വിപ്ലവകരമായ മാറ്റം, അത് മാനവരാശിക്ക് തന്നെ വലിയൊരു ചലഞ്ചാണ്, അതേപോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ സംസ്ഥാന യുവജനോത്സവത്തിന്റെ തീം എന്ന് പറയുന്നത് സ്റ്റീം കാർണിവൽ എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. സ്റ്റീം എന്ന് പറഞ്ഞാൽ STEM പ്ലസ് ആർട്സ്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് മാത്തമാറ്റിക്സ്. STEM എന്ന് പറയുന്നത് ലോകത്താകമാനം അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഏറ്റവും പുതിയ വിദ്യാഭ്യാസ നൂതനാശയമാണ് STEM എഡ്യൂക്കേഷൻ. അതിന്റെ ആർട്ടും കൂടി അതിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്ന സ്റ്റീം കാർണിവൽ ആയിട്ടാണ് ഈ വർഷത്തെ യുവജനോത്സവത്തെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന എല്ലാ തീമിലും നമ്മൾ സ്റ്റീം കാർണിവൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ആ ലോഗോയ്ക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് AI ആണ്. AI ആണ് ഇനി അങ്ങോട്ടുള്ള ലോകത്ത്, ഈ വർഷം മുതൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും, കരിയറിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും നമ്മുടെ കാണുന്ന എല്ലാ ജീവിത മേഖലകളിലും AI-യുടെ ഒരു കടന്നുകയറ്റമുണ്ട്. അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് AI അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ചാറ്റ് ബോട്ട്, നമ്മൾ ഓൾറെഡി AI ചാറ്റ് ബോട്ട് നമ്മുടെ രജിസ്ട്രേഷൻ നടത്തുന്നതിനും എൻക്വയറിക്കും ഫുഡ് ഓർഡറിങ്ങും അതുപോലെ എല്ലാ കാര്യത്തിലും AI ചാറ്റ് ബോട്ട് നമ്മുടെ വെബ്സൈറ്റിൽ steamcarnival.com അവൈലബിൾ ആണ്. പേരൻസിന് അതിൽ അവരുടെ ഇവന്റ്സ് എവിടെയാണ് നടക്കുന്നതെന്ന് ചാറ്റ് ബോട്ടുമായിട്ട് AI സംവദിക്കാം. അതിന് കൃത്യമായ ഉത്തരം AI ചാറ്റ് ബോട്ട് നൽകും. അതിൽ തന്നെ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഫുഡ് ഓർഡറിംഗ് ഓൾറെഡി 1000 കടന്നിട്ടുണ്ട് ഇതിനോടകം. ഈ 35 വേദികളിൽ ഉള്ള സ്റ്റേജ് മാനേജേഴ്സിന്റെ ട്രെയിനിങ് പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം ലേബർ ഇന്ത്യ ക്യാമ്പസിന് പുറത്ത് മരങ്ങാട്ടുപള്ളി സെന്റ് ഫ്രാൻസിസ് CC പാരിഷ് ഹാള്, കുറിച്ചിത്താനം പള്ളി, മണ്ണക്കനാട് പാരിഷ് ഹാള്, അതുപോലെ തന്നെ കടപ്ലാമറ്റം മേരിമാതാ സ്കൂള്, എലക്കാട് പാരിഷ് ഹാള്, അതേപോലെ ചാവറ സ്കൂൾ പാല, ഇത്രയും സ്ഥലങ്ങളിലും നമ്മൾ ഉപവേദികൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ നമ്മൾ ഇവിടുന്ന് അറേഞ്ച് ചെയ്യും. ഗ്രീൻ റൂമും അത്തരത്തിലുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഏതാണ്ട് 90% വേദികളും ലേബർ ഇന്ത്യ ക്യാമ്പസിൽ തന്നെയാണ്. ഗ്രീൻ റൂം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, പോലീസ്, ഫയർഫോഴ്സ്, അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകര്, ഹരിതസേന, ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഹൗസ് കീപ്പിംഗിന്റെ വലിയൊരു ടീം റെഡി ആയിട്ടുണ്ട്. സെക്യൂരിറ്റി ടീം, അതേപോലെ തന്നെ ട്രാഫിക്കിനുള്ള ടീം, അങ്ങനെ 42 കമ്മിറ്റികളായിട്ട് തിരിഞ്ഞാണ് ഈ പ്രവർത്തനങ്ങൾ ഇവിടെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 42 കമ്മിറ്റികളും കഴിഞ്ഞ 1 മാസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ്. പൊതുവിൽ